എനിക്ക് താങ്കളുടെ പ്രൊഡക്റ്റിൽ താല്പര്യമില്ല, എനിക്ക് താങ്കളുടെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല. ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ഇങ്ങനെയാണോ താങ്കൾ കാണുന്ന കസ്റ്റമേഴ്സ് താങ്കളോട് സംസാരിക്കാറ്? കാണുന്ന ഭൂരിപക്ഷം കസ്റ്റമേഴ്സും നോ പറയുകയാണെങ്കിൽ ആ നോ എസ് ആക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരു കസ്റ്റമർ നോ പറയുന്നത് എന്നത് തന്നെയാണ്. ഒരു കസ്റ്റമർ താങ്കളോട് നോ അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നതിൻ്റെ 5 കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ കാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഈ കാരണങ്ങൾ കൃത്യമായി ഗ്രഹിക്കുകയും ചെയ്താൽ നമുക്ക് എന്താണ് നമ്മുടെ കസ്റ്റമർ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനും കസ്റ്റമറെ കൊണ്ട് യെസ് പറയിപ്പിക്കാനും ഒക്കെ സാധിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു കസ്റ്റമർ നോ പറയാനുള്ള ആ 5 കാരണങ്ങളെന്ന്. നമ്പർ 1, റോങ് പ്രോസ്പെക്ടിങ്. 42% സെയിൽസ്മെനും അദ്ദേഹം കാണാൻ പോകുന്ന കസ്റ്റമറെ പറ്റി കൃത്യമായി റിസർച്ച് ചെയ്തിട്ടല്ല കാണാൻ പോകാറ്. ആ കസ്റ്റമറുടെ നമ്പർ കിട്ടി, അദ്ദേഹത്തെ ഫോൺ വിളിച്ചു, നേരെ പോയി കാണുന്നു എന്നതല്ലാതെ ആ കസ്റ്റമർ ആരാണ്, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉള്ളത്, അദ്ദേഹത്തിന്റെ സ്വഭാവ രീതി എന്താണ്, ഇതൊന്നും പരിശോധിക്കാനായി പലപ്പോഴും സെയിൽസ്മെൻ ശ്രദ്ധിക്കാറില്ല. 42% സെയിൽസ്മെനും ഇതിന് ശ്രദ്ധ കൊടുക്കാറില്ല. ഇത് തന്നെയാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, റോങ് പ്രോസ്പെക്ടിങ്. നമ്മൾ പ്രോസ്പെക്ട് ചെയ്യുന്ന കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യക്കാരനാണോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് ഉപയോഗമുണ്ടാകുമോ, ഇത് പരിശോധിച്ച ശേഷമാണ് നമ്മൾ പ്രോസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും റൈറ്റ് പ്രോസ്പെക്ട്സിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റീസൺ, റോങ് പ്രോസ്പെക്ടിങ്. 2, കാണ്ട് അലൈൻ ചെയ്യാൻ പറ്റണില്ല. അതായത് പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായി സെയിൽസ്മാൻ അറിയാം, സർവീസിനെ കുറിച്ച് കൃത്യമായി സെയിൽസ്മാൻ അറിയാം, എന്നാൽ കസ്റ്റമറുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് എന്താണ് അറിയേണ്ടത് എന്ന് ചിന്തിക്കാൻ പലപ്പോഴും തയ്യാറാവുന്നില്ല. പ്രൊഡക്റ്റിന്റെ ഫീച്ചർ എന്തൊക്കെയാണ്, പ്രൊഡക്റ്റിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വ്യക്തമായി അറിയാം. പക്ഷെ കസ്റ്റമറുടെ കാഴ്ചപ്പാടിൽ നിന്ന്, കസ്റ്റമറുടെ ആംഗിളിൽ നിന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും സംസാരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, കസ്റ്റമറുടെ ആവശ്യവും പ്രൊഡക്റ്റിലുള്ള ആ ആവശ്യങ്ങൾക്കുള്ള പരിഹാരം തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അലൈൻ ചെയ്യാൻ പറ്റുന്നില്ല. തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്, നമ്മൾ കാണാൻ പോകുന്ന കസ്റ്റമേഴ്സിലെ 13% കസ്റ്റമേഴ്സും വിശ്വസിക്കുന്നത് താങ്കളെ കൊണ്ട് ആ കസ്റ്റമറുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി കസ്റ്റമർ പറയുന്നത് കേട്ട് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളും അദ്ദേഹത്തിന് എന്തൊക്കെ നീഡാണ് ഉള്ളതെന്നും ഒക്കെ തിരിച്ചറിഞ്ഞ് ആ നീഡിൽ അലൈൻ ചെയ്താണ് താങ്കളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും കസ്റ്റമർ യെസ് പറയും. അപ്പോൾ കൃത്യമായി അലൈൻ ചെയ്യാൻ പറ്റാത്തത് തന്നെയാണ് ഒരു സെയിൽസ്മാന് യെസ് പറയിപ്പിക്കാൻ പറ്റാത്തതിന്റെ 2ാമത്തെ കാരണം. 3, കാണ്ട് മോട്ടിവേറ്റ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നമ്മൾ കാണാൻ പോകുന്നതിൽ 80% കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. 80% കസ്റ്റമേഴ്സിനും ഫാസ്റ്റായി ഒരു ഡിസിഷൻ എടുക്കാൻ, ഒരു തീരുമാനമെടുക്കാൻ കഴിയാറില്ല. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന് ആ തീരുമാനം എടുക്കാനുള്ള മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ള റോളും ഒരു സെയിൽസ്മാൻ ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഇത് കൃത്യമായി പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയാറില്ല. അതായത് ഒരു കസ്റ്റമറുടെ അടുത്ത് പ്രൊഡക്റ്റോ സർവീസോ പറഞ്ഞതിന് ശേഷം ആ വ്യക്തി ഓക്കെ ഞാൻ ആലോചിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം താങ്കളെ വിളിക്കാമെന്ന് ചിലപ്പോൾ പറയും. അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും വ്യക്തി താങ്കളെ വിളിച്ചിട്ടുണ്ടോ? താങ്കൾ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞ വ്യക്തികൾ താങ്കൾക്ക് ഒരു കോൾ തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഇൻസിഡന്റ് എന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കണം. അപ്പൊ ഇങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് 80% കസ്റ്റമേഴ്സും. അവർക്ക് ആ തീരുമാനമെടുക്കാനുള്ള മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു സെയിൽസ്മാന്റെ കഴിവ് തന്നെയാണ്. എന്താണോ ആ കസ്റ്റമറുടെ ആവശ്യം, ആ ആവശ്യം പരിഹരിക്കാനായി എത്ര കണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സഹായിക്കും, ഇത് വീണ്ടും വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതിൽ നിന്നും ആ വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വീണ്ടും വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ഒരു സെയിൽസ്മാന് കഴിയണം. ഇങ്ങനെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ നിലനിന്നാൽ, ഈ പ്രൊഡക്റ്റോ സർവീസോ ഉപയോഗിക്കാത്ത പക്ഷം ആ പ്രശ്നങ്ങൾ നിലനിന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഭാവിയിൽ ഉണ്ടാവുന്നത്, ഇതും വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ ഒരു സെയിൽസ്മാന് കഴിയണം. അപ്പൊ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഫാസ്റ്റായി ഡിസിഷൻ എടുപ്പിക്കാനുള്ള ഒരു സ്കില്ലും ഒരു സെയിൽസ്മാൻ ഉണ്ടാക്കേണ്ടതാണ്. ഈ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു കാരണമാണ് ഒരു കസ്റ്റമർ നോ എന്ന് പറയുന്നതിന്റെ മറ്റൊരു റീസൺ. അല്ല നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അദ്ദേഹത്തിന് ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ആ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി ഡിസിഷൻ എടുക്കാനായി അദ്ദേഹത്തിന് മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് സെയിൽസ്മാൻ ചെയ്യേണ്ട 3ാമത്തെ കാര്യം. 4, കോമ്പറ്റീറ്റർ ലവേഴ്സ്. താങ്കൾ കാണാൻ പോകുന്ന കസ്റ്റമർ, ആ വ്യക്തി താങ്കളുടെ കോമ്പറ്റീറ്ററെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, കോമ്പറ്റീറ്ററുടെ പ്രൊഡക്റ്റും കോമ്പറ്റീറ്ററുടെ സർവീസുമാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതെങ്കിൽ കൃത്യമായി എന്തൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് അതിന്മേലുള്ള, ആ കോമ്പറ്റീറ്ററുടെ പ്രൊഡക്റ്റിലോ സർവീസിന്മേലുള്ള അഡീഷണൽ ആയ ബെനിഫിറ്റ്സ്,
അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഇത് കൃത്യമായി പഠിച്ചിട്ട് വേണം ഓരോ സെയിൽസ്മാനും കസ്റ്റമറെ കാണാൻ പോകാൻ. ആ അഡ്വാൻറ്റേജ് കൃത്യമായി കസ്റ്റമറുടെ ഫ്രണ്ടിൽ സൈറ്റ് ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ കോമ്പറ്റീറ്ററുടെ പ്രൊഡക്റ്റ് എടുത്താലുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്നും കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം. ഇത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ സെയിൽസ്മാന് തന്റെ കോമ്പറ്റീറ്റർ കമ്പനി ഏതൊക്കെയാണ്, കോമ്പറ്റീറ്റർ പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്, ഇതിനെപ്പറ്റി കൂടി അറിവ് വേണം. സ്വന്തം പ്രൊഡക്റ്റിനെ കുറിച്ചും സ്വന്തം സർവീസിനെ കുറിച്ചും മാത്രമാണ് അറിവെങ്കിൽ താങ്കളുടെ കസ്റ്റമർ നോ തന്നെ പറയും. കാരണം ആ വ്യക്തി കോമ്പറ്റീറ്റർ ലവറാണ്. 5. നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യു. താങ്കളിൽ ആ കസ്റ്റമർക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ താങ്കളെ ആ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ധാരാളം ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു കസ്റ്റമർ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത്. ഒരുപക്ഷെ നമ്മളുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റ് അദ്ദേഹത്തിന്റെ ബേസിക് ആയ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമെങ്കിലും അദ്ദേഹത്തിന് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പ്രൊഡക്റ്റ് ആ വ്യക്തി വാങ്ങിച്ചിരിക്കും. അതേസമയം വളരെ മികച്ച ഒരു പ്രൊഡക്റ്റ്, അദ്ദേഹത്തിന്റെ ആവശ്യത്തിൽ ഉപരി അദ്ദേഹത്തിന് സഹായം കിട്ടുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും ആ കസ്റ്റമർക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ വന്ന സെയിൽസ്മാനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അദ്ദേഹം വാങ്ങുകയില്ല. അപ്പൊ നമ്മളിൽ ഇഷ്ടം തോന്നണം കസ്റ്റമർക്ക്. അതിന് കസ്റ്റമറെ കേൾക്കാനും കസ്റ്റമറെ മനസ്സിലാക്കാനും കസ്റ്റമർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ പെരുമാറാനും ഒക്കെയുള്ള സ്കില്ല് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കൃത്യമായി ചില കസ്റ്റമേഴ്സിന് എടുത്തു പോകുമ്പോൾ അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ചില കസ്റ്റമേഴ്സിന് എടുത്തു പോകുമ്പോൾ അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. എന്താ ഇതിന്റെ കാരണം? അല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സിന് എടുത്ത് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട്, അവിടെ ക്ലോസിംഗ് നടക്കുന്നുണ്ട്. ചില കസ്റ്റമേഴ്സിന് എടുത്ത് ചെല്ലുമ്പോൾ ക്ലോസിംഗ് നടക്കണില്ല. എന്താണ് ഇതിന്റെ കാരണം? ചില കസ്റ്റമേഴ്സ് നോ പറയുന്നു. അതിന് എങ്ങനെയൊക്കെയാണ് ആ നോ പറയുന്നതിനെ കട്ട് ചെയ്ത് എസ് പറയിപ്പിക്കാൻ സാധിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷന്റെ ശാസ്ത്രം എന്താണെന്നും കല എന്താണെന്നും കൃത്യമായി ഒരു സെയിൽസ്മാൻ പഠിക്കണം. താങ്കൾ ഒരു ഓൺട്രപ്രണർ ആണെങ്കിലും കൃത്യമായി ഇത് പഠിച്ചാൽ മാത്രമേ കസ്റ്റമറെ കൊണ്ട് എസ് പറയിപ്പിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ കസ്റ്റമറുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലേൺ ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് സെയിൽസ്. ഈ വരുന്ന ഓഗസ്റ്റ് 28 നമ്മൾ കോഴിക്കോട് വുഡീസ് ഹോട്ടലിൽ വെച്ച് സെയിൽസ് ട്രാൻസ്ഫോർമേഷണൽ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ, സെയിൽസിന്റെ സയൻസും ആർട്ടും കൃത്യമായി പഠിച്ച് കൂടുതൽ മികച്ച രീതിയിൽ സെയിൽസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക, താങ്കളുടെ സീറ്റ് റിസർവ് ചെയ്യുക. ഇതേപോലുള്ള മോട്ടിവേഷണലായ ഇൻസ്പിറേഷണലായ സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അവിടെയുള്ള ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് for watching this video. Wishing you all the very best. NK signing off.